എന്തായാലും മണിക്കൂറുകൾ വൈകിയ രക്ഷാപ്രവർത്തനമാണ് ചികിത്സ തേടിയെത്തിയ സ്ത്രീയുടെ ജീവനെടുത്തത് എന്നുള്ളത് നിസ്സംശയം പറയാം. വലിയ പ്രത്യാരോപണങ്ങൾ ഉയരുന്ന ഘട്ടത്തിലും മന്ത്രിമാരടക്കം സ്ഥലത്തെത്തിയിട്ടും ഇത്തരത്തിലൊരു സാധ്യത പരിശോധിക്കാതെ പോയതെന്ത് എന്നുള്ള ഗുരുതരമായ ചോദ്യം ഉയരുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഒരു കെട്ടിടം തകർന്നു വീഴുമ്പോൾ ആ കെട്ടിടത്തിൽ ആളുകൾക്ക് വിലക്കേർപ്പെടുത്തിയിട്ടില്ല. അവർക്ക് നിർബാധം അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കാൻ കഴിയുന്നത് കൊണ്ട് തന്നെയാണ് അതിനകത്തേക്ക് ആളുകൾ പോയത്. ഉപേക്ഷിക്കപ്പെട്ട കെട്ടിടമാണ്, ആളില്ലാത്ത കെട്ടിടമാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും അതിനകത്ത് ആളുകളെ കയറാൻ സമ്മതിച്ചു. അവരവരുടെ ശുചിമുറി അടക്കമുള്ള പ്രാഥമിക ആവശ്യങ്ങൾക്ക് അവിടെ ഉപയോഗിച്ചു പോന്നിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതിന്റെ ഇരയായാണ് ഇപ്പോൾ ആ സ്ത്രീ അവിടെ മരിച്ചിരിക്കുന്നത് എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് വരുന്നത്. എന്തായാലും വളരെ ദാരുണമായ ഒരു മരണം. ചികിത്സ തേടിയെത്തിയ സ്ത്രീയാണ് ആശുപത്രി കെട്ടിടം തകർന്ന് വീണ് മരിച്ചിരിക്കുന്നത്. മന്ത്രിമാരുടെ വാക്കുകളെ മുഖവിലേക്ക് എടുക്കേണ്ടതില്ല ഇവിടെ എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ കുറച്ചുകൂടെ ഗൗരവപരമായി കാര്യങ്ങളിൽ ഇടപെട്ടിരുന്നെങ്കിൽ ആ സ്ത്രീയെ വളരെ പെട്ടെന്ന് കണ്ടുപിടിക്കാനുള്ള സന്നാഹങ്ങൾ ഒരുക്കാമായിരുന്നു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ നമുക്ക് സംഭവ സ്ഥലത്ത് നിന്ന് റിപ്പോർട്ടർമാർ പങ്കുവെക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വലിയ അനാസ്ഥയുടെ ഇരയാണ് ഇപ്പോൾ മരിച്ച സ്ത്രീ എന്ന് കൂടെ മനസ്സിലാക്കുന്നുണ്ട്. ജോസി ബാബുവിലേക്കാണ്. ജോസി, അങ്ങനെ ഒരു സ്ത്രീയുടെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു. വലിയ അനാസ്ഥ മൂലമുണ്ടായ ഒരു മരണമെന്ന് നമുക്കിതിനെ വിളിക്കാം. കാരണം രക്ഷാപ്രവർത്തനം കോട്ടയം മെഡിക്കൽ കോളേജ് പോലൊരു സ്ഥലത്ത് അപകടമുണ്ടാകുമ്പോൾ 2 മണിക്കൂർ വൈകി രക്ഷാപ്രവർത്തനം നടന്നു എന്നുള്ളത് ഒരിക്കലും ന്യായീകരിക്കാവുന്നതല്ല. ജോസിയിലേക്ക് വരാം. മുഹമ്മദ് ആഷിഖിലേക്കാണ് പോകുന്നത്. ആഷിഖ്, രക്ഷാപ്രവർത്തനത്തിൽ ഗുരുതരമായ വീഴ്ചയുണ്ടായി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ അപകടം നടന്നത് 11 മണിക്കാണ്. പക്ഷേ രക്ഷാപ്രവർത്തനം തുടങ്ങുന്നത് 1.5 മണിക്കൂർ കഴിഞ്ഞ് 12:30-ക്കാണ്. അപ്പോൾ ഇത്രയും 1.5 മണിക്കൂറിലധികം രക്ഷാപ്രവർത്തനം വൈകി എന്ന് പറയുമ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജ് പോലൊരു സ്ഥലത്ത് കെട്ടിടം തകർന്നു വീണു. മന്ത്രിമാരെ അടക്കം വളരെ പെട്ടെന്ന് ആ സ്പോട്ടിലെത്തിയ ഒരു സ്ഥലത്താണ് ഇത്രയും ഗുരുതരമായ അനാസ്ഥ ഉണ്ടായിരിക്കുന്നത്. ഇത് തീർച്ചയായും അത് അനാസ്ഥ എന്ന് തന്നെ എടുത്തു കാണിക്കേണ്ടിയിരിക്കുന്നു. കാരണം അതുമായി ബന്ധപ്പെട്ട് മന്ത്രിമാർ നടത്തിയ പ്രതികരണം ഒരു ദിശയിലും അവിടെ ആ കെട്ടിടം തകർന്ന സമയത്ത് ആ കെട്ടിടത്തിൽ ആഷിഖിലേക്ക് വരാം. എന്തായാലും വളരെയധികം വിമർശനങ്ങൾ മന്ത്രിമാരടക്കം നേരിടേണ്ടി വരും. അവരടക്കം സ്ഥലത്തെത്തിയിട്ടാണ് ഇത്രയും വലിയൊരു ഗുരുതരമായ അനാസ്ഥ ഉണ്ടായിരിക്കുന്നത്. ഇത് വളരെ പെട്ടെന്ന് ആളൊഴിഞ്ഞ കെട്ടിടമായിരുന്നു എന്ന് പറഞ്ഞ് വെള്ളപൂശാൻ ശ്രമിക്കുന്നതിന് പകരം അവിടെ ആളുകൾ കുടുങ്ങിയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണം. രക്ഷാപ്രവർത്തനം വളരെ പെട്ടെന്ന് നടത്തണമെന്നുള്ള പ്രാഥമിക നിർദ്ദേശം കൊടുക്കാനെങ്കിലും മന്ത്രിമാർ തയ്യാറാവേണ്ടിയിരുന്നതാണ്. ഇത് ഭരണകൂടത്തിന് നേരെ ഉയരുന്ന ഒരു ചോദ്യത്തെ ഇല്ലാതാക്കാൻ വളരെ പെട്ടെന്ന് തന്നെ അത് ആളൊഴിഞ്ഞ കെട്ടിടമായിരുന്നു, ഉപേക്ഷിക്കപ്പെട്ട കെട്ടിടമായിരുന്നു എന്ന് പറഞ്ഞ് ന്യായീകരിക്കാനൊക്കെ ഇഷ്ടം പോലെ സമയം ലഭിക്കുമായിരുന്നു. പക്ഷേ അതിനു മുൻപ് അതിനകത്ത് ആരെങ്കിലും കുടുങ്ങിയിട്ടുണ്ടോ? ഒരു കെട്ടിടമാണ് തകർന്നത്, അവിടേക്ക് ആളുകൾ പോകുന്നത് വിലക്കിയിട്ടില്ല, അവിടേക്ക് ആളുകൾ നിർബാധം കയറുന്നുണ്ടായിരുന്നു. അപ്പോൾ അത്തരം ഒരു സാധ്യത അന്വേഷിക്കേണ്ട ഒരു കോമൺ സെൻസ് കാണിക്കാൻ മന്ത്രിമാരടക്കം തയ്യാറായില്ല എന്ന് കൂടിയാണ് മനസ്സിലാക്കുന്നത്. അത് തന്നെയാണ് ആ സ്ത്രീയുടെ മരണത്തിന് കാരണമായതും. മന്ത്രിമാരടക്കം എത്തിയ ഒരു സ്ഥലത്ത് രക്ഷാപ്രവർത്തനം 1.5 മണിക്കൂർ വൈകിയിരിക്കുന്നു. അതും ഇത്തരം ഒരു അപകടമുണ്ടായ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് 1.5 മണിക്കൂർ എടുത്ത് വേണോ ഇത്തരം യന്ത്ര സാമഗ്രികളൊക്കെ എത്തിക്കാൻ? അല്ലെങ്കിൽ തന്നെ അവിടെ രക്ഷാപ്രവർത്തകർക്ക് എത്തിയിരുന്നു. അല്ലാതെ തന്നെ ഒരു രക്ഷാപ്രവർത്തനം അവിടെ നടത്താനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ലേ? വളരെ പെട്ടെന്ന് ആ സ്ഥലത്തേക്ക് കുതിച്ചെത്തുന്ന മന്ത്രിമാർക്ക് പോലും പറയാമായിരുന്നില്ലേ അവിടെ രക്ഷാപ്രവർത്തനം അതിവേഗം നടത്തണം, കൂടുതൽ ആളുകളുണ്ടോ എന്നുള്ള സാധ്യത പരിശോധിക്കണം. അതിന് പകരം വളരെ പെട്ടെന്ന് ആളുകൾ അവിടെ അപകടം 2 പേർക്ക് മാത്രമാണ് പരിക്കേറ്റത്, കൂടുതൽ അപകടം ഉണ്ടാവില്ല, അത് ഉപേക്ഷിക്കപ്പെട്ട കെട്ടിടമായിരുന്നു എന്ന് പറഞ്ഞ ആരോപണങ്ങൾക്ക് മറുപടി പറയുന്നതിന് പകരം ഇതല്ലേ ചെയ്യേണ്ടിയിരുന്നത് എന്നുള്ള ചോദ്യം കൂടി ഉയരുകയാണ്. അനാസ്ഥയുടെ ഇരയായാണ് ആ സ്ത്രീ അവിടെ ജീവൻ ത്യജിച്ചിരിക്കുന്നത് എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് നമുക്ക് ഘട്ടത്തിൽ വരുന്നത്. പക്ഷേ അവരുടെ പേര് വിവരങ്ങളൊന്നും ഇതുവരെയും പുറത്തു വിട്ടിട്ടില്ല. നേരത്തെ ഒരു സ്ത്രീയെ കാണാനില്ല എന്നുള്ളൊരു പരാതി ഉയർന്നിരുന്നു. അവർ തന്നെയാണോ ഇപ്പോൾ മരിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യത്തിലും സ്ഥിരീകരണമില്ല. നമുക്ക് കാത്തിരിക്കാം. അല്പസമയത്തിനകം അത്തരം സ്ഥിരീകരണങ്ങളിലേക്ക് കൂടെ വരുമെന്ന് മനസ്സിലാക്കുന്നുണ്ട്. മുഹമ്മദ് ആഷിഖിലേക്കാണ് ഒരിക്കൽ കൂടി. ആഷിഖ്, വലിയ അനാസ്ഥയുണ്ടായിരിക്കുന്നു. 1.5 മണിക്കൂർ വൈകിയ രക്ഷാപ്രവർത്തനമാണ് ആ പാവം സ്ത്രീയുടെ ജീവനെടുത്തത്.
തീർച്ചയായും ജിൽസി അത് തന്നെയാണ്. വളരെ മണിക്കൂറുകൾ വൈകിയാണ് രക്ഷാപ്രവർത്തനത്തിന്റെ ഗൗരവം വീണ്ടെടുത്തത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആദ്യ സമയത്ത് കെട്ടിടം തകർന്നു വീണപ്പോൾ ആ നിലയിലുള്ള ഒരു പ്രതികരണമായിരുന്നില്ല അത് ഔദ്യോഗിക സംവിധാനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതിനുള്ളിൽ കുടുങ്ങിപ്പോയവർക്ക് നിസ്സാരമായ പരിക്കുകളെ ഉണ്ടായിരുന്നുള്ളൂ എന്ന വിവരമാണ് ആദ്യഘട്ടത്തിൽ വന്നതെങ്കിൽ പിന്നീട് ആ നിലയിൽ എല്ലാ സംഭവങ്ങൾ മാറി തിരിഞ്ഞ് ഗുരുതരമായി പരിക്കേൽക്കുന്ന സാഹചര്യമുണ്ടായി. ഇപ്പോൾ അതിനുള്ളിൽ കുടുങ്ങിപ്പോയി അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിച്ച ഒരു സ്ത്രീയുടെ ജീവൻ വെടിഞ്ഞു എന്നുള്ള വിവരം കൂടി പുറത്തു വരുമ്പോൾ എത്രത്തോളം ഗുരുതരമാണ് ഉണ്ടായ സംഭവം എന്നുള്ളത് വ്യക്തമാണ്. അതുമായി ബന്ധപ്പെട്ട് ആ സമയത്ത് കെട്ടിടത്തിന് സമീപത്തുള്ള രോഗികൾ കൂടി പറയുന്നത് പ്രധാനപ്പെട്ടതാണ്. പ്രധാനപ്പെട്ട പല ശസ്ത്രക്രിയകൾക്ക് അടക്കം ശേഷം തൊട്ടടുത്ത വാർഡുകളിൽ താമസിച്ചിരുന്ന ആളുകൾ ഭയത്തോടെയാണ് ആ കെട്ടിടം തകർന്നു വീണത് അറിഞ്ഞത് എന്നുള്ളതാണ്. പലപ്പോഴും പല രോഗികളും ഈ അപകട സമയത്ത് കട്ടിലടക്കം എടുത്ത് പുറത്തേക്ക് ഓടേണ്ട സാഹചര്യം ഉണ്ടായി എന്നും രോഗികൾ പറയുന്നുണ്ട്. വളരെ നിസ്സാരവൽക്കരിച്ചുകൊണ്ടായിരുന്നു ആദ്യഘട്ടത്തിൽ മന്ത്രിമാരടക്കം ഈ കെട്ടിടം തകർന്നു വീണതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങൾ അടക്കം നടത്തിയത്. എന്നാൽ അതല്ല യാഥാർത്ഥ്യം എന്നുള്ള കാര്യങ്ങൾ കൂടിയാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. സാരമായ കെട്ടിടം തകർന്നു വീണെങ്കിലും അതിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന കെട്ടിടത്തിൽ രോഗികൾ ഉണ്ടായിരുന്നു, അത് ഉപയോഗിക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നു. തകർന്നു വീണ കെട്ടിടത്തിലെ തന്നെ ശുചിമുറികൾ രോഗികളുടെ കൂട്ടിരിപ്പുകാരുടെ അടക്കം ഉപയോഗിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ആ നിലയിൽ ശുചിമുറികൾ ഉപയോഗിക്കുന്ന സമയത്താണ് ഈ കെട്ടിടം തകർന്നു വീഴുന്നത്. അങ്ങനെ ആളുകൾ അതിനുള്ളിൽ പെട്ടുപോകുന്നത്. ഈ പരിക്കുകൾ സാരമുള്ളതല്ല എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പോൾ ആ കെട്ടിടത്തിനുള്ളിൽ നിന്ന് പുറത്തെത്തിച്ച ഒരു സ്ത്രീയുടെ ശരീരം കാഷ്വാലിറ്റിയിൽ പ്രവേശിപ്പിക്കുകയും പിന്നെ അത് മരണപ്പെട്ടിരിക്കുന്നു, ആ സ്ത്രീ മരണപ്പെട്ടിരിക്കുന്നു എന്ന വിവരമാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായ കൂടുതൽ വിശദീകരണങ്ങൾ കൂടി വരേണ്ടതുണ്ട്. ഈ സ്ത്രീയുടെ ഐഡന്റിറ്റി സംബന്ധിച്ച വിശദീകരണങ്ങൾ ഒന്നും തന്നെ ഇതേവരെ ഔദ്യോഗികമായി നൽകാൻ ആശുപത്രി അധികൃതർ തയ്യാറായിട്ടില്ല. ഒരു സ്ത്രീ കാണാതായി എന്നുള്ള പരാതി ആദ്യഘട്ടത്തിൽ വന്നിരുന്നു. ആ സ്ത്രീ തന്നെയാണോ ഇപ്പോൾ മരണപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത് ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെടേണ്ട ഒരു കാര്യം കൂടിയാണ് ജിൽസി.